കാര്യത്തിൽ എടുത്തുചാടിയൊന്നും ചെയ്യാതിരിക്കുന്നതാണ് ബുദ്ധി. അവന്റെ 1 കോടിയാണ് നിന്റെ കയ്യിലുള്ളത്. അത് ചോദിക്കാൻ അവൻ വന്നേ പറ്റൂ. വരുമ്പോഴോ പണം കൊടുത്തു വിടണോ? കൊടുത്തുവിടണം, പക്ഷെ പണവുമായി എസ്റ്റേറ്റിൽ അവൻ എത്താൻ പാടില്ല. ഓ എന്ന് മഹർഷി സാറിനോട് ഞാനൊന്നും ഒളിച്ചു വെക്കുന്നില്ല. ഞാനും പരമവും വളരെ അടുത്ത് കഴിഞ്ഞവരാണ്, വളരെ അടുത്ത്. അത്ര പെട്ടെന്ന് പൊട്ടിച്ചെറിയാൻ കഴിയാത്ത പല പഴയ കടപ്പാടുകളുമുണ്ട്. പക്ഷേ ഇന്നെന്റെ ഏറ്റവും വലിയ ശത്രു അവനാണ്. സാറേ, എന്റെ കയ്യിൽ പണമുണ്ടെന്നേ ഉള്ളൂ. മനസമാധാനത്തോടെ ഒരു രാത്രി ഉറങ്ങിയിട്ട് നാളുകൾ എത്രയായെന്ന് അറിയാമോ? അവൻ മരിക്കണം, അല്ലെങ്കിൽ അതെന്റെ നാശമായിരിക്കും. തനിക്കറിയാമോ, ആ മൈക്ക് ഫോഴ്സൺ എന്റെ സുഹൃത്താണ്. ആ സായിപ്പ് സാറിന്റെ? ഓ ഗോഡ്, എങ്കിൽ സംഗതികളെല്ലാം എളുപ്പമായി. എനിക്കൊരു പെഗോടെ അടിക്കണം. അയ്യോ, മതി മതി മതി. താൻ ഇന്ന് വളരെ കൂടുതൽ കുടിച്ചു. കൺഫ്യൂഷ്യസ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? കുടിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷെ ബോധം മറയുന്നവരെ ആകരുതെന്ന്. ഏത് കൺഫ്യൂഷൻസാ മഹർഷി സാറേ? കാവിൽ ജോണിയുടെ കപ്പാസിറ്റിയെ കുറിച്ച് അയാൾക്ക് എന്തറിയാം? ഒരൊറ്റ ഭരണി ചാരായമായിരുന്നു എന്റെ മുത്തപ്പൻ. അതാണ് കാവിൽ ലോനയുടെ ബേസിക് സ്റ്റാൻഡേർഡ്. സാറ് പറഞ്ഞത് നേരാ, കുറെ കൂടുതൽ കുടിച്ചു. ഇവൻ മദ്യമാണെന്ന് വിചാരിച്ചാൽ ഇനി ഇറങ്ങത്തില്ല. അതുകൊണ്ട് ഇവൻ മദ്യമല്ല, രക്തമാണ്. പരമോന്റെ രക്തം. നിന്നോട് അവൻ ഒന്നും പറഞ്ഞില്ലേ? ഇവിടെ പറഞ്ഞതൊക്കെ തന്നെയാ എന്നോടും പറഞ്ഞത്. കുറച്ചു നാളായി ഞാൻ എന്തു ചോദിച്ചാലും എന്നോട് ദേഷ്യപ്പെടുമായിരുന്നു. നാട്ടിൽ പരമോന്റെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ്? അങ്ങനെ പറയത്തക്ക കൂട്ടുകാരുമില്ല. വല്ലപ്പോഴും ഒക്കെ നാട്ടിൽ വന്നോണ്ടിരുന്നത്. അധികകാലം തങ്ങാറുമില്ലായിരുന്നു. ആ പെട്ടി നിന്റെ വീട്ടിൽ ഏൽപ്പിക്കുന്നല്ലേ പറഞ്ഞത്? അതെ. ആരെ ഏൽപ്പിക്കും? അച്ഛനെ. ഏൽപ്പിച്ചിട്ടില്ലെങ്കിലോ? ഞാൻ പോയി അന്വേഷിക്കാം സാർ. വേണ്ട, നിന്നെ ഇപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. നിന്റെ നാട്ടിൽ എനിക്കൊരു സുഹൃത്തുണ്ട്, മഹർഷി മാത്യൂസ്. ഒന്ന് ഫോൺ ചെയ്താൽ മതി, 1 മണിക്കൂറിനകം അയാൾ വിവരം പറയും. കൂടുതൽ ആൾക്കാർ അറിയണ്ടെന്ന് കരുതി ഇത്രയും നാൾ ഞാൻ ക്ഷമിച്ചു. ബട്ട് ടുഡേ ഈസ് ദി 10th ഡേ. ഹലോ, അതെ, ആരാ സംസാരിക്കുന്നത്? 1 സെക്കൻഡ്, വിളിക്കാം. സാറേ, സായിപ്പ്. ഹലോ, മഹർഷിയല്ലേ? ആ, ഇത് ഞാനാ, മക്ഫേഴ്സൺ. ഓഫ് കോഴ്സ്, ആഫ്റ്റർ എ വെരി ലോങ് പീരീഡ്. അതെനിക്കറിയാം. ഈ നാട്ടിലോ? ഐ സീ. എനിവേ, ഇറ്റ്സ് വെരി ഫണ്ണി. ഒരു മിനിറ്റ്, ഞാനൊന്ന് എഴുതിയെടുത്തോട്ടെ. പേരെന്താ? ഹൈമി. ഹൈമി, നിയർ മാർക്കറ്റ്. ഓക്കെ, 2 മണിക്കൂറിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം. അവളെ വിടരുത്. ഡോണ്ട് വറി മാക്, ഐ വിൽ ഡു മൈ ബെസ്റ്റ് ഫോർ യു. ഓക്കെ.